എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ആദ്യം എനിക്കൊരു കാര്യം പറയണം. ഗൈസ് ഈദ് മുബാറക്. എല്ലാവർക്കും ഈദ് മുബാറക് ഗൈസ്. ടുമോറോ ആണ്. ഇതിലും എല്ലാ കൊല്ലവും കണ്ടുവരുന്ന ഒരു ആചാര ചടങ്ങിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കാൻ. മൈലാഞ്ചിടൽ ചടങ്ങ്. യെസ് ഗൈസ്, മൈലാഞ്ചിയുടെ ചടങ്ങ്. ഞാൻ പോയി വേറെ അങ്ങോട്ടൊക്കെ പോയി. പക്ഷെ ഗൈസ് ഞാൻ പിൻട്രസ്റ്റില് ഞാൻ പെട്ടെന്ന് കേറി പോണു ഗൈസ്. അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ വീണ്ടും ഒരു ഈദ് മുബാറക്. അഡ്വാൻസ് ഈദ് മുബാറക്. നാളെയാണ് ഈദ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. പക്ഷെ സാധാരണ അത്ര എക്സൈറ്റ്മെന്റ് എനിക്കില്ല. പക്ഷെ മിഞ്ച നല്ല അടിപൊളി ഡ്രസ്സും. യെസ് ഗൈസ്, നല്ലൊരു അതൊന്നും പറയാനല്ല. സസ്പെൻസ് ആണ് ഗൈസ്. നമ്മൾ എല്ലാ കൊല്ലത്തും പോലെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ സമയം പോയത് ഞാൻ പറയാം ഗൈസ്, കറക്റ്റ് 12 മണി 11:07 ഞാൻ പിന്നെ 11:57 അപ്പൊ 12 ഗൈസ്. ഞാനിപ്പോ ആദ്യം നമുക്ക് സാധാരണ പോലെ നമ്മൾ പ്രാവശ്യം മെഹന്തി ഉണ്ട് ഗൈസ്. ഒരു കയ്യിലാണ് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആണ്. ചെറുതായിട്ട് ഞാൻ ഇമ്പ്രൂവ് ആയിക്കണെന്നാണ്. പക്ഷെ ഗൈസ് ഞാൻ തീരെ ഇടലില്ല. ഈ ഒരു കൊല്ലങ്ങളിൽ 2-3 പ്രാവശ്യം ഇടുന്ന ആളുകൊണ്ട് എന്റെ ഭയങ്കര സ്കിൽ ഇംപ്രൂവ്മെന്റ് ആണ് എപ്പോഴും നടക്കല്. ബട്ട് ഇപ്രാവശ്യം ഞാൻ ഇതാണ് പിക്ക് ചെയ്ത്. ഭയങ്കര ഒരു യുണീക്ക്, അങ്ങനെ ആരുടെയും കാണാത്ത സ്റ്റൈലാണ്. റോസും ഞാനും തമ്മിലൊരു ബന്ധുണ്ട്. ഡ്രസ്സുമ്പോ കൊറേ റോസുകളുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ റോസ് ഉണ്ടെങ്കിൽ ഞാനൊരു റോസ് ആവണല്ലോ. നമ്മൾ വിചാരിച്ചു നമ്മളത് റോസ് ഇടാ. പക്ഷെ ഇത് നടക്കും എനിക്ക് തീരെ. കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ട്രൈ ചെയ്ത് ഞാൻ വേറെ കുറെ ഡിസൈൻ ഞാൻ നോക്കി വെച്ചിരുന്നു. കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് ഞാൻ നോക്കി വെച്ചത്. ഒരു മിനിറ്റ് വരട്ടെ. ഇതൊക്കെ ഇങ്ങനത്തെ ഞാൻ കുറെ നോക്കി വെച്ചിരുന്നു. ഇതേപോലത്തെ ലൈക്ക് ഈ ഒരു ഇങ്ങനെ വരുന്ന സാധനം അത് ഞാൻ കുറെ നോക്കി വെച്ചിരുന്നു. കണ്ടോ ഗൈസ്, ഇതേപോലത്തെ ഡിസൈൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഒന്ന് വെറൈറ്റിയിലേക്ക് പോവാം. മറ്റേത് എനിക്കൊന്നും ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഗൈസ്, കാരണം ഇതിന് മുന്നേ ചെയ്തിരുന്നു. ബട്ട് ഇത് എനിക്ക് അതാണ് ഗൈസ് എനിക്ക് ഏറ്റവും പേടി ഇതിൽ. അതാണ് കാരണം കൊളായ ഔട്ട്. അപ്പൊ ഞാൻ സാധാ പോലെ തന്നെ നമ്മൾ ബിഗ് വേ വാങ്ങിക്കുന്നുണ്ട്. കാരണം നമ്മൾ നാച്ചുറൽ ഹെന്നൊക്കെ ഉപയോഗിക്കണം നല്ല ആഗ്രഹം. കാരണം നാച്ചുറൽ ഹെന്നയാണ് ഗൈസ്. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഹെന്നയാണ് കൂടുതൽ നല്ല രീതിയിൽ വരിക. അതൊരു ഹായ് പോലെ മനക്ക് പഠിക്കണം ഗൈസ്. മനക്ക് പോട്ടെ, മിക്കവാറും നമ്മളിവിടെ സ്റ്റാൻഡിൽ വെച്ച് നിങ്ങൾ ടൈം ലാപ്സ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോവാ. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ മെഹന്തി തുടങ്ങാൻ പോകണം. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ കാണിച്ചു തരാം ഗൈസ്. ഡിസൈൻ ഇത് ഇട്ടാൽ ഇങ്ങനെ ആയിരിക്കും. ബട്ട് ആയി വന്നാല് അത് എങ്ങനെ ഉണ്ടാവും? അയ്യോ അതോടെ പോയി. ഞാനത് സേവ് ചെയ്ത് വെച്ചിക്കണല്ലോ. ഇനിയിപ്പോ ആവശ്യമുള്ള സമയം ഗൈസ് റെഡി ആയി വന്നാൽ. കാരണം വേറൊരു കാര്യമുണ്ട് ഗൈസ്, ഞാൻ ബിഗ് ബി ആണ് ഇടുന്നത്. അപ്പൊ ബിഗ് ബി ഇടുന്നോണ്ട് എനിക്ക് ഇനി കറുപ്പാവുന്നൊരു പേടിയുണ്ട്. പക്ഷെ കറുപ്പാവുന്ന ഞാൻ വിചാരിക്കുന്നത് ഞാൻ വേഗം ചെയ്യാൻ പോണേ. ലെറ്റ്സ് ഗോ ഗൈസ്. Many hours later. Is currently 2 മണി. നമ്മൾ ഇട്ട് കഴിഞ്ഞു ഗൈസ്. പക്ഷേ മിഞ്ച മൈലാഞ്ചിയുടെ 2 മണിക്കൂർ എടുത്തല്ലേ തകരാറ് പറ്റി. തകരാറ് പറഞ്ഞാല് ഇട്ടതിനല്ല ഗൈസ് പ്രശ്നം. ഇങ്ങനെ കാണിക്ക്, ശരിക്കും കാണിക്ക്, ഇങ്ങനെ കാണിക്ക്. അയ്യോ ഇന്റെ കയ്യ കണ്ടോ ഇന്റെ നല്ല എന്ത് കയ്യാ ഇങ്ങോട്ട് കാണിക്കേ. എങ്ങനെയാണ് ഗൈസ് കാര്യം എന്താന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭയങ്കര ഡാർക്കായി ഗൈസ്. ശരിക്കും കാണിച്ചിട്ടില്ലേ ഗൈസ്, ഭയങ്കര ഡാർക്കായി സ്റ്റേ. ഞാൻ ഭയങ്കര ലൈറ്റ് ആണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ എന്താ വിചാരിച്ചത് ഇറ്റ്സ് ബിഗ് ബി ഗൈസ്. നല്ല സ്റ്റെയിൻ ആവും. പിന്നെ അത് മാത്രല്ല ഗൈസ്, ഞാൻ ഇതിട്ട് കഴിഞ്ഞാണ്ട് ഇവിടേക്ക് എത്തിയിട്ട് ഒരു വിരല് തീർക്കാൻ തന്നെ ഇത് ഒന്നാമത് കുഞ്ഞോട്ടയാണ് ഗൈസ്, ആസ് യു ക്യാൻ സീ. കാരണം ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ ഇടാൻ കുഞ്ഞോട്ടമാണ്. അപ്പോൾ എന്താണ് എനിക്കിത് വലുതായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിടാൻ വേണ്ടിയിട്ട് ഭയങ്കര സമയം എടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ല ഡാർക്ക് ആവും. അപ്പൊ എല്ലാതും കൂടി ആയിട്ട് കേക്ക് വന്നപ്പോ ഭയങ്കര ഡാർക്ക് ഗൈസ്. ബ്ലാക്ക് പോലെ ലൈക്ക് ബ്ലാക്ക് ഹെന്നയില്ലേ ഗൈസ്, അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ 3-4% ഹാൻഡ് വാഷ് ഒക്കെ ഇട്ട് കേക്കിയിട്ടാണ് കുറച്ചൊന്ന് ജസ്റ്റ് ഒരു അപ്പൊ ഇതാണ് ഗൈസ് ഡിസൈൻ പറഞ്ഞ
ഇനി എന്താ പോയി സ്ലീപ്പ്. നമുക്ക് ഏർലി മോർണിംഗ് കുറച്ച് പരിപാടികളുണ്ട്. എനിക്കറിയില്ല ഗൈസ്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകണോന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ നാളെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഉറങ്ങിയത് വീണ്ടും ഡാർക്കാവുന്നു. അത് കേൾക്കുമ്പോൾ എന്റെ മനസ്സ് തകരുന്നു ഗൈസ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. മെയിനായിട്ട് ഗൈസ് ബിഗ് ബോണ്ട് ഇടാൻ ഭയങ്കര പണിയാണ്. ഇനി അടുത്ത പ്രശ്നം ഞാൻ എല്ലാ കൊല്ലം വിചാരിക്കലുണ്ട് സാധാ ഹെന്ന എടുക്കണം. കാരണം സാധാ ഹെന്ന ഭയങ്കര സ്മൂത്താണ്. ബട്ട് എല്ലാ കൊല്ലവും ഞാൻ പിന്നെ തലേന്ന് രാത്രി 12 മണിക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇത്രയാണ് ഇപ്പോൾ ഉള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. എനിക്ക് ഒരു 5 out of 10 കൊടുക്കാം ഗൈസ്. 5 ഉള്ളൂ, ഞാൻ ഒരു 7 ഒക്കെ കൊടുക്കാം. അപ്പൊ ഈ 5 വരുമ്പോൾ ആ സാധനങ്ങൾ തരണ്ടേ. The next day. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇത് മുബാറക്ക്. അപ്പോൾ ഗൈസ് ബിൻച മാറ്റാൻ പോയിക്കാണ്. ഞാനിത് നീച്ചിട്ടുള്ളൂ. എന്താണ് ഇനി നമുക്ക് ഡ്രസ്സ് മാത്രം തേക്കാണ്ട് രാവിലെ നിസ്കരിക്കാൻ പോകാനുണ്ട്. മിഞ്ചൊക്കെ മാറ്റാൻ പോയിക്കാണ്. അപ്പോൾ മിഞ്ച മാറ്റി എന്തൊരു കാണാം. മിഞ്ച നമുക്ക് നോക്കാം ഗൈസ്. കുറച്ചായിട്ട് മിഞ്ച മുഖത്തൊക്കെ സെറ്റപ്പ് ആക്കിയിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ലെറ്റ്സ് ഗോ. നമ്മുടെ ഓ മിഞ്ച ഈദ് മുബാറക്. വീണ്ടും ഒരു ഈദ് മുബാറക്. അപ്പൊ മിഞ്ച ഈ വേറെ വ്ളോഗ് എടുത്തിനോ? ഞാൻ വേറെ വ്ളോഗ് ഇത് എടുക്കട്ടെ. ഓ ഇതെന്താ കരി മിഞ്ച നോട്ടെ. അത് കണ്ടില്ലല്ലോ, നോക്കട്ടെ മിഞ്ച എന്താണ്. ഓ നോക്കട്ടെ നോക്കട്ടെ. ഓ നോക്കട്ടെ, കാണില്ലല്ലോ. ലുക്ക് അറ്റ് ദ ഡിസൈൻ ഗൈസ്. നേരെ നീട്ടി ഇതെന്താ വെച്ചാ നോട്ടെ. ആവശ്യമൊക്കെ ഒരു ഡാർക്ക് എഡിഷൻ ആയിട്ടുണ്ട്. എനിവേസ് ഗൈസ്, അല്ലെ മൈലാഞ്ചിന്റെ പ്രശ്നമാണ് സത്യം. 7:15 നിസ്കാരം. ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഞാൻ ഇവിടെ മാറ്റി, ഞാൻ പോയി മാറ്റി വന്നു ഗൈസ്. അത്ര ഉറക്കം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബ്ലിങ്ക ആയിട്ട് ഇരിക്കണത് ഗൈസ്. ഞാൻ നിസ്കരിച്ചു, സുബൊക്കെ നിസ്കരിച്ചു. ഇനി നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറ്റിട്ട് നമുക്ക് മറ്റേ നിസ്കാരം എന്ത് നിസ്കാരം അങ്ങനെ നമ്മൾ മാറ്റൊക്കെ കഴിഞ്ഞു ഗൈസ്. അപ്പൊ തന്നെ ഔട്ട്ഫിറ്റ് എടുക്കണോ? അത് ഗൈസ് നമ്മുടെ ഫാമിലി എല്ലാവരുടെയും കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ മെയിൻ നമ്മുടെ ഇവന്റിനാണ് പോണെന്ന് വെച്ചാൽ നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിനാണ് പോകണം. നമ്മൾ നന്നായിട്ട് വൈകിട്ടുണ്ട്. നമുക്ക് വേഗം പോകണം. നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായി എല്ലാവരും നമുക്ക് നിസ്കരിച്ചിട്ട് കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ നിസ്കരിച്ചിട്ട് നമുക്ക് നേരെ പള്ളിക്കൊക്കെ പോകാം. പള്ളിക്കൽ എന്താ അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ പള്ളിയല്ല, നമ്മൾ ഈദ് ഗാഹിനാണ് പോണത്. അവിടെ അല്ലോ കണ്ടു ഗൈസ്. സത്യസ്റ്റായി. അപ്പൊ ഗൈസ് നമുക്ക് ഇനി മറ്റേ ഈദ് ഗാഹിന് പോണം. നമുക്ക് നേരെ ഈദ് ഗാഹിന് പോവാം. അവിടെ ആരൊക്കെ ഉള്ളത് നോക്കാം. അവിടെ എല്ലാവരും ഉണ്ടാവും ഗൈസ്. അപ്പൊ നമുക്ക് എന്താണ് ഈദ് ഗാഹിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. എന്താണ് പറയാനുള്ളത്? നമ്മൾ ലേറ്റ് ആയിട്ടൊന്നുമില്ല. ലേറ്റ് ആയിട്ടില്ല ഗൈസ്. ഇവിടെ വേറൊരാളുണ്ട്. ഹായ് ഗൈസ്. പിന്നെ നമ്മുടെ മുന്നിൽ നമ്മുടെ ഫാദർ ഉണ്ട്, പിന്നെ അവിടെ നമ്മുടെ മദർ ഉണ്ട് ഗൈസ്. സോ അതൊക്കെയാണ് കാര്യങ്ങൾ. സോ നമ്മൾ വേഗം പോയിട്ട് നിസ്കരിക്കട്ടെ. നിസ്കാരം കിട്ടിയാൽ മതിയെന്ന്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ നിസ്കരിച്ചു വന്നു. ഹലോ അങ്ങനെ നമ്മൾ നിസ്കരിച്ചു. കറക്റ്റ് സമയത്തായിരുന്നു പറഞ്ഞ പോലെ. നിസ്കാരം തുടങ്ങി, കുറച്ച് നിസ്കാരം തുടങ്ങി. ഓൾ ഗുഡ് ഗൈസ്. അപ്പൊ ഇനി മിനിച്ചിട്ട് ഔട്ട്ഫിറ്റ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഔട്ട്ഫിറ്റ് നിങ്ങൾ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്, എനിക്കറിയാം. നമ്മുടെ ഇഷാൻക്കുണ്ട്, പിന്നെ നമ്മുടെ മമ്മി ഉണ്ട്. പപ്പ എവിടെ? വണ്ടി എടുക്കാൻ പോയതാണ്. ഉറങ്ങണം എന്നാണ് ഗൈസ് മെയിൻ ആയിട്ട്. പെരുന്നാളിന് ഉറങ്ങണം ഗൈസ്. ഉറക്കം മുഖ്യം പിക്കില്ലേ. 15 minutes later. യെസ് ഗൈസ്, അങ്ങനെ നമ്മളുടെ ഈദ്ഗാഹ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഗൈസ്. എനിക്ക് തോന്നുന്നു നോമ്പ് ആ ഒരു സമയമാണ് ഗൈസ്. ഭയങ്കര വിശന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പിന്നു. എനിക്ക് പിന്നെ വിശപ്പിന്റെ കൂടുതലായിട്ട് കുഴപ്പമില്ല. എനിവേ ഗൈസ്, ഇപ്രാവശ്യം നമ്മൾ 10 വെച്ചിട്ടാണ് സത്യത്തിന് 10 മടുത്തിട്ടില്ലല്ലോപ്പാ. കഴിച്ചിരുന്നോ?
മിൻസ് ചിലപ്പോ നോമ്പാക്കാത്തോണ്ട് മിൻസ് ചിലപ്പോ അറിയണ്ടാവും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാനൊക്കെ പത്തിരി കഴിച്ചിരുന്നു. പറ്റി കഴിച്ചിരപ്പാ ഞങ്ങളെ മുകളിൽ പത്തിരി ഇവിടെ മിൻസ് അങ്ങനത്തെ ഡയലോഗ് കിട്ടുന്നത്. നമുക്കിപ്പോ പത്തിരിക്കുള്ളത് ബീഫ് കറി, ബീഫ് പൊരിച്ചുണ്ട്. മിൻസാക്ക് വിശക്കുണ്ടോ? ഇല്ല. എന്തിനു മിൻസ ഈ സാധാരണ ഫുഡ് കഴിക്കാത്താണല്ലോ. മിൻസ പറഞ്ഞ ആളില്ലേ ഗൈസ്, മിൻസക്ക് വല്ല ഫുഡും വിശപ്പൊന്നും ഇല്ലാത്താണ്. എന്താ അറിയില്ല, നല്ല വിശപ്പുണ്ട്. മിൻസല്ലേ രാത്രി ഫുഡൊക്കെ വേണ്ടാറില്ലേ? ഫുഡ് വേണ്ട. പക്ഷെ മിൻസ ഫുഡ് കയറുമ്പോ എനിക്ക് വേണ്ടവാ. സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇനി നമുക്ക് കഴിക്കാം. ഇനി എന്താ കഴിച്ചു? ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇനി നമ്മളിങ്ങനെ വെറുതെ മിൻസ ഉറങ്ങാൻ പോവാണ് ഗൈസ്. മിൻസ രാവിലെ തന്നെ മിൻസക്ക് ഉറക്കം വരുന്നുണ്ട്. നോക്കി നോക്കാം. മിൻസ ഇത് കഴിഞ്ഞാൽ നേരെ തുറക്കുന്നു, അടുത്ത മന്തി തിന്നു. അങ്ങനെ അതെ, അതാണ് ഫുഡ്. അതാണ് ഗൈസ് ഇന്നത്തെ പ്രത്യേകത. സോ ലെറ്റ്സ് ഗോ. Many hours later. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു ഗൈസ്. എന്ന് വെച്ചാൽ ഞാനും മറ്റേക്കും ഗെറ്റ് റെഡി വിത്ത് ഒക്കെ എടുത്ത് അങ്ങനെ സമയം പോയി ഇപ്പൊ ഏകദേശം ഒരു 2 മണി കഴിക്കണം ഗൈസ്. നമ്മൾ ഇനി ഭക്ഷണം കഴിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഫാദറും എല്ലാവരും ഉണ്ട് ഗൈസ്. കാക്കണ് മറ്റണ് എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാവരും ചെറിയ ബിസിയാണ്. ബട്ട് എനിവേസ് ഗൈസ്, നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ മറ്റുള്ളത്? നമുക്ക് മന്തിയുണ്ട്. മന്തിയാണ് ഗൈസ്. എന്ത് മന്തിയാണ്? ബീഫ് മന്തി അല്ലേ? ബീഫ് മന്തി. പിന്നെ ഗൈസ് ഇതെന്താ പച്ച കളറ്? പച്ച ബീഫ്. പിന്നെ റെഡ് മറ്റേതുണ്ട്. പിന്നെ അവിടെ മമ്മിന്റെ വീട്ടിലുണ്ടാക്കിയ ബീഫുണ്ട്. അതാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ബീഫുണ്ട്. പിന്നെ കഴിച്ച് ഇവിടെ വെജിറ്റബിൾസ്, കട്ടൻ ചായ, ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കാൻ പോണ ഗൈസ്. ഞങ്ങൾ മന്തി കഴിച്ചിട്ട് ഞാൻ മറന്നുപോയി ഗൈസ്. ഞങ്ങൾ കുറച്ച് നമ്മൾ ഒരു മാസമല്ലേ മന്തി വെച്ചിട്ട് നോമ്പിന് അല്ലേ നമ്മൾ വാങ്ങുകയാണ് ഗൈസ്. പക്ഷെ പ്രാവശ്യം അതെ ടൊമാറ്റോ വെച്ചിട്ട് നിങ്ങൾ കഴിക്കലില്ല ഗൈസ്. എനിക്ക് എല്ലാത്തിൻ്റെ ഇപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് പോണേ. ചിലപ്പോൾ പത്തിന് ചിക്കനെ പോലെ ടൊമാറ്റോ കെച്ചപ്പ് കഴിക്കലുണ്ട്. ബട്ട് എനിവേസ് ഗൈസ്, ഇനി നമുക്ക് ഇടുക്കി ഇങ്ങളെന്താ എടുക്കാത്തത്? വാട്ട് ഈസ് ദിസ്? ഈ സാധനമാണോ? ആ ഞാൻ മാത്രാണ് ഗൈസ് കഴിക്കണത്. ഇതെങ്ങനെ? എല്ലാരും കഴിക്കട്ടെ. നമുക്ക് എന്നാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം. ഫുഡ് കഴിക്കണേ. A few moments later. ഗൈസ്, അങ്ങനെ നമ്മൾ കഴിഞ്ഞു ഗൈസ്. കാര്യാണല്ലോ ഒക്കെ തിന്ന് തീർത്തല്ലേ. ഇതൊക്കെ കാലിയായി. സത്യത്തിൽ ഇപ്പൊ എന്താ പറയുക തോന്നുന്നത്, നല്ലൊന്നും ഇപ്പൊ ഉറങ്ങാനാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഉറക്കം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ആരും ഉറങ്ങി ഞാൻ പറഞ്ഞുതരാ. ഈ രണ്ടാൾക്കാർ ഉറങ്ങി. മമ്മയും പപ്പയും ഉറക്കത്തിലായിരുന്നു. പിന്നെ ഉറങ്ങിക്കോട്ടെ ഞാൻ ഞാൻ പിന്നെ മൈലാഞ്ചി ഇതാക്കാനല്ലേ, അല്ലാതെ ഇതാക്കാനൊന്നുമല്ല. എനിവേസ് ഗൈസ്, അപ്പോൾ ഇനി ബാക്കി നമുക്ക് പരിപാടി ഞാനും എനിക്ക് മാത്രമേ തറവാട്ടിക്ക് പോകത്തുള്ളൂ. ബാക്കി എല്ലാരും പോയിക്കണേ. നമ്മൾ പോയിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി എന്തായാലും പോണം. സോ അതാണ് ഇനി നെക്സ്റ്റ് ഇത് പണി. പക്ഷെ ഒരു 1.5 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ടാണ് ഉറങ്ങണം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി നമ്മുടെ എല്ലാ കൊല്ലവും ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഗൈസ്, OTD അഥവാ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഗൈസ്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്റെ ഔട്ട്ഫിറ്റ് പരിചയപ്പെടുത്താൻ ഞാനൊരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. എനിവേസ് കണ്ടോ ഗൈസ്, ഇത് ഏതാ കളറ്? ഇത് റെഡ് ആണ്, പിങ്ക്, ലൈക്ക് ഒരു ഹോട്ട് പിങ്ക് പോലെയാണ് ഗൈസ്. ഒരു ഹോട്ട് പിങ്ക് പോലെയാണ്. ഇതാ കണ്ടോ ഗൈസ്, റോസ്. ഞാൻ പറഞ്ഞില്ല എന്റെ ഒരു കണക്ഷൻ എല്ലാത്തിലും റോസ് ഇല്ലല്ലേ. ഈ ഒരു റോസ് കണ്ട്, ഈ ഒരു റോസ് വിചാരിച്ചാണ് ഞാൻ ഇവിടെ റോസ് വെച്ചത്. കണക്ഷൻ ഉണ്ട്, ഇന്റർ കണക്റ്റഡ് ആണ്. എനിവേസ് ഗൈസ്, അപ്പൊ ഇതാണ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് മെയിൻ ഇഷ്ടം യെസ് ഗൈസ്, അപ്പൊ അതാണ് എന്റെ OTD. ഒരു സിമ്പിൾ ബട്ട് വെരി നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടമായിക്കണേ. സോ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. ഇനി നമുക്ക് കാക്കാനെ കാണാം.
പറഞ്ഞു കൊടുക്കൂ കാക്ക ഇങ്ങനെ ബാക്ക് കൂടെ നടക്കണ എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ബാക്കിൽ ഒരു പ്രിന്റ് ഉണ്ട് ഗൈസ്. ഓ അലൻസ് ഓൺലി ആണോ? ഓ മൈ ഗോഡ് പ്രിന്റ്. ഓ മൈ ഗോഡ് പാന്റ് പൊടി ഉണ്ട് ഗൈസ്. എനിവേസ് കാക്ക ഇത് ഏതാണ് ബ്രാൻഡ് പറഞ്ഞു കൊടുക്കും. അല്ല അതെ ഗൈസ്. ഓ നല്ലൊരു എന്ത് ഇത് ഞാൻ എല്ലാ കളറും പറഞ്ഞു. നല്ലൊരു ബ്രൗൺ കളർ ഗൈസ്, നല്ല രസമുണ്ട്. പ്ലസ് ഒരു ഇത് ഫോർമൽ പാൻസ് അല്ലേ? ഇത് ഫോർമൽ പാൻസ് ആണ്. ദിസ് ഇസ് Korean pant, formal pant, Korean pant. This is formal pant, guys. പിന്നെ AC പിന്നെ guys അത് കാണും. പിന്നെ AC നെ കൈമലൊക്കെ പിന്നെ റോളക്സ് ആണോ ബ്രോ? എൻ്റെ പേര് ദില്ലി. കാണലല്ലോ ക്യാമറ പ്രൊഫഷണൽ വീഡിയോഗ്രാഫർ ആയോണ്ടേ. സോറി ഗൈസ്. ഇതിൽ കൂടെ നോക്കുക ഗൈസ്. നമുക്ക് ഇത് നോക്കാം. കണ്ടോ ഗൈസ്? അതെ ഗൈസ്. അപ്പൊ ഇതാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. 10 out of 10. ഇനി നമുക്ക് അടുത്ത ബ്രദറിലേക്ക് പോവാം. ഹായ് ഗൈസ്, ഇത് ഇഷാനാണ് ഗൈസ്. അപ്പൊ ആസ് യു കാൻ സീ ആന്ദന് വന്നിട്ടുള്ളത് ഒരു വൈറ്റ് ഷർട്ട് ആണ് ഗൈസ്. ഓഫ് വൈറ്റ് ഷർട്ട് ആണ് ഗൈസ്. ഓഫ് വൈറ്റ് ഷർട്ടിന്റെ ഒപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കും. എന്തോ ഒരു പാരഷൂട്ട് കാക്കന്റെ ഫോർമൽ പാന്റ് ആണ് ഇത്. ഒരു ക്ലോത്ത് ആണ് ഗൈസ്. ക്ലോത്തിന്റെ ഒരു ബ്ലാക്ക് പാന്റ്. 15,000 rupees ഷൂസ്. യെസ് ഗൈസ്. പ്ലസ് ഒരു അടിപൊളി ഷൂസ് ഉണ്ട്. പ്ലസ് ഒരു അതാണ് ഗൈസ്. ഇനി നമ്മൾ പോകുന്നത് ഫാദർ ആൻഡ് മദർ. എല്ലാവരും റൗണ്ട് ഓഫ് അപ്ലോസ് ഗൈസ്, റൗണ്ട് ഓഫ് അപ്ലോസ്. മമ്മി കഴിച്ചിട്ടില്ല. ഞാൻ മമ്മിന്റെ അത് ഗൈസ് ഏകദേശം ഞങ്ങൾ രണ്ടാലും മാച്ചിങ് ആണ്. മമ്മിയുടെ അത് വജ്രാണ്, വജ്രം. എനിവേസ് ഗൈസ്. പിന്നെ നമ്മുടെ പപ്പുണ്ട്. പപ്പ പറ ഗൈസ്. പിന്നെ അത് ഗൈസ് ബ്രൗൺ ഷർട്ട് ഉണ്ട്. പിന്നെ നല്ല ഗൈസ് എനിക്ക് പാന്റ് അല്ല ഇഷ്ടമായി. നൈസ്. മമ്മി ഒരു മിനിറ്റ്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ വാച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഈ വാച്ച് ആരാ കൊടുത്തത്? ഈ വാച്ച് കൊടുത്തത് ഞാൻ ഇങ്ങനെ വന്നതാണെന്ന് വെച്ചാൽ അടീന്ന് വരണല്ലോ. അത് ഗൈസ്. അപ്പൊ ഗൈസ് ഇതൊക്കെയാണ് മമ്മിയുടെ ചെരുപ്പ് ഗൈസ്. കണ്ടോ ഗൈസ്, ഇങ്ങനത്തെ ഇതാണ്. എന്റെ മെഹന്തി മമ്മിക്ക് എനിക്ക് മെഹന്തി ഇട്ട് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു വട്ടം മെഹന്തി ഇട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ പപ്പന്റെയും അമ്മയുടെ ഔട്ട്ഫിറ്റ്. നിങ്ങൾ റേറ്റ് ചെയ്യും ഗൈസ് എന്റെ അപ്പന്റെയും അമ്മന്റെ ഔട്ട്ഫിറ്റ്. നിങ്ങൾ 10 out of 10 കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ കൊല്ലും. എനിവേസ് ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ അതെന്താണ് ഗൈസ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഫാമിലി. അവിടെ ഒരാളും കൂടെ. അത് ഞങ്ങളുടെ എല്ലാ കൊല്ലത്തെയും ഒരു ചടങ്ങാണ്. ഞങ്ങൾ എല്ലാ കൊല്ലും ഇവിടെ നിന്നാണ്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു ബെഞ്ച് ഇടുന്നാണ് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തത്. എല്ലാ കൊല്ലം നമ്മൾക്ക് വളർന്നു വരുന്ന കാണാം ഗൈസ്. നമ്മളെ ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഇനി ഫോട്ടോ എടുത്തിട്ട് വരാം. hours later. Hi guys. അതെ കണ്ടിട്ടില്ല. 3, 2, 1. ഹായ് ഗൈസ്, ഇവിടെ ഒരു സർപ്രൈസ് സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു ഏജന്റ് വന്നിട്ടുണ്ട്. സ്കൈ ബ്ലാക്ക് ഉണ്ട് ഗൈസ്. കസിൻസ് കുറെ കാലത്തിന് ശേഷം തിരിച്ചു. ഇപ്പൊ സമയം 9 മണി ഗൈസ്. ഇതിനിടയിൽ ഒന്നും നടന്നിട്ടില്ല. ഇവിടെ ഫുൾ സ്ലീപ്പിംഗ് ആയിരുന്നു ഗൈസ്. അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല, ആരും ഇല്ല ഇവിടെ. നമ്മുടെ ഗസ്റ്റിനെ നമ്മൾ വയറ് നിറച്ച് തീറ്റിപ്പിക്കാൻ പോണേ. അപ്പൊ നമുക്ക് ഗസ്റ്റിന് വേണ്ടി കുറച്ച് സ്പെഷ്യൽ കാര്യങ്ങളുണ്ട്. തേർഡ് റൗണ്ടിന് വേണ്ടി അംജുനെ ക്ഷണിക്കുന്നു. അതെ അതെ. അപ്പൊ എനിവേസ് നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ഗൈസ്, നമുക്ക് ഗുലാബ് ജാമുൻ ഫസ്റ്റ് പേഷ്യന്റ് എടുക്കും. അല്ല ഏജന്റ് കുഞ്ചു എടുക്കണം ആദ്യം. ഏജന്റ് അംജു. ഓ 3 ഗുലാബ് ജാമുൻ. ടേസ്റ്റ് ട്രൈ. ഓ വനില ഐസ്ക്രീം ടേസ്റ്റ് അല്ലേ? ആർക്കെങ്കിലും മനസ്സിലാവും. എനിക്ക് കൈവേണ്ടേ. ഗുലാബ് ജാമുൻ നോക്കി. ഗുലാബ് ജാമുൻ ടേസ്റ്റ് ഉണ്ടാവും. ഗുലാബ് ജാമുൻ ടേസ്റ്റ് ഉണ്ടാവും ഇത് തിന്നാല്.
എഴുതിക്കണതില് ഇല്ലേ ഇല്ലേ ഓ അടുത്ത എക്സ്പീഷൻ ഏജന്റ് സ്കൈ ബ്ലാക്ക് ആണ്. സ്കൈ ബ്ലാക്കോ എന്ത് ടേസ്റ്റ് കിട്ടണ പറഞ്ഞേ? അവന് ചിലപ്പോ വേറെ എന്തെങ്കിലും ടേസ്റ്റ് ആയിരിക്കും കിട്ടണം. എന്റെ സംബന്ധം ബ്രോ ചിൽ ഹലോ ഉറങ്ങി പോകേണ്ടത് കൂടി മാർവലസ് എന്നാ പറഞ്ഞത്. ഇനി അടുത്ത പേഷ്യന്റ് എടുക്ക്. ഈ പേഷ്യന്റ് മൂന്നാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത്. എന്താ മോളെ പേഷ്യന്റിന് ഏകദേശം ഒരേ ടേസ്റ്റ് ആണ്. ഈ പേഷ്യന്റ് മൂന്നാമത്തെ പ്രാവശ്യം. എന്റെ മൂന്നാമത്തെ പ്രാവശ്യം തന്നെ രണ്ടാമത്തെ പ്രാവശ്യം. രണ്ട് ഇത് മൂന്നാമത്തത്. ഇത് രണ്ടാമത്തെ. കള്ളം പറയണേ ഇതില്ല അതില്ലാന്ന് എന്റെ ടേസ്റ്റ് കിട്ടണേ. ഞാൻ പറയാം എനിക്ക് മന്തിന്റെ ടേസ്റ്റ് നന്നായി. ഞാനൊന്ന് മന്തി കഴിച്ചത്. ഓ ആ ടേസ്റ്റ് ഇപ്പഴും വായത്തനുണ്ട്. അപ്പൊ ഐസ്ക്രീം ഒന്നും അതിന്റെ കൂടെ വരാണെന്നാ പറഞ്ഞത്. ഞാൻ എന്റെ പെരുന്നാൾ ഡ്രസ്സിലൊന്നും ഇനി അതവിടെ വെക്കി. അല്ലേ വേണ്ട ഇനി തീർന്നി ഏജന്റ് കുഞ്ചു എന്ത് ടേസ്റ്റ് ആണ് കിട്ടണത്? എന്ത് പായസാണ് പറഞ്ഞു കൊടുക്കുക ഫസ്റ്റ്? അടയാണ് ഏജന്റ് എന്തിനും ബ്ലാക്ക് വിടോയോ? എങ്ങനെയുണ്ട് പായസം? ഐസ്ക്രീം മധുരം കിട്ടണില്ല. ഇല്ല അതിന് കൊറോണ നിങ്ങണ എനക്ക് കൊറോണ നിങ്ങണോ? അതിന്റെ ബുദ്ധിയല്ലോ മറിക്കുന്നത്. അല്ല എന്തിനും മധുരം കിട്ടുന്നില്ല. മന്തിന്റെ ടേസ്റ്റ് മീൻചൂടി ആ ഒട്ടുമിക്കാരും സെവനപ്പിന്റെ ടേസ്റ്റ് ഉണ്ടാവും മന്തിന്റെ സ്മെൽ ടെസ്റ്റ് കറക്റ്റ് 90 ഡിഗ്രി. അത് പഠിച്ച് വിരാന്തായതാണ്. അപ്പൊ ബൈ ഗായ്സ്. അപ്പൊ എല്ലാരും ഓക്കെ ഒരു ബായ് പറയാ. ഈദ് മുബാറക് എല്ലാവരും പറയാം. പിന്നെ നിങ്ങളൊന്ന് വിചാരിക്കരുത് ഇവരൊക്കെ സാധാ ക്ലോത്ത്സിലാണ്. ഇതൊന്നും അല്ല അവരുടെ ഈദ് ഔട്ട്ഫിറ്റ്. ആരും അതെ ഇത് എന്നടാ ഇത്. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ബൈ.